ഹായ് വെൽക്കം ടു ദ ന്യൂ ട്യൂട്ടോറിയൽ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ കീ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ്സ് 0, 0 and 0, 1 and also touches the circle x square plus y square equal to 16. Then the radius of the circles. These are the option 1, 2, 3, 4, 5. Here, given that a circle passes through the point 0, 0. 0, 0 means origin, and the point 0, 1. 0, 1. Okay? It also touches the circle x square plus y square equal to 16. So for the x square plus y square equal to 16, the radius is, we know x square plus y square equal to 16 is the circle with the center origin and a radius 4. So radius 4. This is the circle x square plus y square is equal to 4 square, radius 4 unit, and this circle passes through 0, 0 and 0, 1. If a circle touch another circle, there can be two cases. What are the cases? Touches means this is the two circles touches externally. Here suppose if C1 is the center, C2 is the center of another circle, and R1 is the radius of the circle, R2 is the radius of. So here the condition is C1 C2 is equal to R1 plus R2. So this is touches externally two circles. But here ഇവിടെ ഇതൊരിക്കലും എക്സ്റ്റേണലി ടച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ടച്ചസ് എന്ന് പറഞ്ഞത് ഇന്റേണൽ ടച്ചിങ് ആണ്. അപ്പോൾ കാരണം ഇതിന്റെ രണ്ട് പോയിന്റ്സ് ഇവിടെ ഓൾറെഡി ഈ സർക്കിളിന്റെ ഇൻസൈഡ് ആണുള്ളത്. അപ്പോൾ ഇത് ഇന്റേണൽ ടച്ചിങ് ആണ്. അപ്പം ഈ ഫിഗർ വരച്ചാൽ എക്സാക്ട്ലി ഇങ്ങനെയായിരിക്കും ടച്ച് ചെയ്തിരിക്കുന്നത്. സോ സെന്റർ വുഡ് ബി സംവെയർ ഹിയർ. സെന്റർ. ഇന്റേണൽ ടച്ചിങ്ങിന്റെ കേസിൽ കണ്ടീഷൻ എന്താണ്? C1 C2 is equal to R1 minus R2 where R1 greater than R2. ഇപ്പൊ C1 C2 എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ സർക്കിളിന്റെ സെന്റർ x square plus y square equal to 4 സ്ക്വയറിന്റെ സെന്റർ നമുക്കറിയാം ഒറിജിൻ ആണ്. അത് നമുക്ക് C1 ആയിട്ട് എടുത്താൽ ഇത് C2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് ഇതിനെ നമുക്ക് R1 ആയിട്ട് എടുക്കാം. അത് 4 ആണെന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസ് R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ഹൗ ഡു വി ഫൈൻഡ് C1 C2? C1 C2 എന്ന് പറഞ്ഞാൽ ഈ C2 ന്റെ സെന്റർ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? -G - F. ബിക്കോസ് നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയില്ല. ഈ സർക്കിളിന്റെ ഇക്വേഷൻ x square plus y square plus 2gx plus 2y plus c equal to 0 ആണ്. ഇവിടെ c എന്ന് പറയുന്ന വാല്യൂ, അതായത് c ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ സർക്കിൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ 0, 0 ഈ സർക്കിളിന്റെ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ 0, 0 കൊടുക്കുമ്പോൾ c യുടെ വാല്യൂ എന്ത് കിട്ടും? 0. സോ ദാറ്റ്സ് വൈ c ഉണ്ടാവില്ല ഈ സർക്കിളിന്റെ ഇക്വേഷനിൽ. x square plus y square plus 2gx plus 2y5 plus equal to 0.
ഇനി അനദർ പോയിന്റ് തന്നിട്ടുണ്ട് 0 1 ഏതിലെ കൂടെയാണ് പാസ് ചെയ്യുന്നത് ഈ സർക്കിൾ കൂടെയാണ് സോ 0 1 I can substitute here so 0 square plus 1 square plus 2g into 0 plus 2fi 1 into equal to 0 ഇതിൽ നിന്ന് നമുക്ക് f ന്റെ വാല്യൂ കിട്ടും 2f plus 1 equal to 0 so f is equal to minus 1 by 2 f minus 1 by 2 ആണെങ്കിൽ minus f ആണ് നമ്മളുടെ സെന്ററിന്റെ y കോർഡിനേറ്റ് that is equal to 1 by 2 അപ്പം സെന്ററിന്റെ y കോർഡിനേറ്റ് നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് minus 1 by 2 ഇനി x കോർഡിനേറ്റും കിട്ടിയാൽ ഇതിന്റെ റേഡിയസ് കാണാൻ എന്തെടുത്താൽ മതി റേഡിയസ് എന്ന് പറഞ്ഞാൽ ശരിക്കും c1 c2 തന്നെയാണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് r2 കാണാം ഓക്കേ ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് c1 c2 യുടെ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ ദിസ് കേസ് c1 c2 ഈക്വൽ ടു r2 ആണ് സോ എങ്ങനെയാണ് r2 കണ്ടുപിടിക്കുക ഇതിന്റെ സെന്റർ -g -f ഉം 0 0 എന്ന് രണ്ടും തമ്മിലുള്ള പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് ആണ് എന്ത് r2 സോ ഈ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി സോ r2 is equal to r2 or c1 c2 is equal to root of g square plus minus g whole square plus minus f whole square so this is g square plus എന്താണ് minus f 1 by 2 so 1 by 4 ഇതാണ് c1 c2 യുടെ വാല്യൂ ഈ c1 c2 r2 വാല്യൂ നമുക്ക് ഈ കണ്ടീഷനിൽ അതായത് ഇന്റേണൽ ടച്ചിന്റെ കണ്ടീഷനിൽ പുട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് root of g square plus 1 by 4 is equal to r1 minus root of because r2 എന്താണ് g square plus 1 by 4 തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് 2 into root of g square plus 1 by 4 എന്ന് എഴുതാം എന്താണ് r1 ഓൾറെഡി നമുക്ക് ഗിവൺ ആണ് r1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസ് ആണ് that is 4 ഇവിടെ നിന്ന് നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ g square plus 1 by 4 എന്ത് കിട്ടും 4 by 2 square 4 so g square is equal to 4 minus 1 by 4 clear ആണല്ലോ g square is equal to 4 minus 1 by 4 so g is equal to ഇവിടെ root 15 by 2 ഇതാണ് എന്തിന്റെ വാല്യൂ g യുടെ വാല്യൂ root 15 by 2 അപ്പോൾ g യുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് r2 കണ്ടുപിടിക്കാൻ കഴിയും g യുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി സോ r2 is equal to g is root 15 by 2 all square plus 1 by 4 so ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് r2 is equal to ഇവിടെ 15 by 4 plus 1 by 4 so this is equal to 16 by 4 that is root 4 so answer 2 so r2 യുടെ വാല്യൂ എത്രയാണ് 2 option b is correct അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ c1 c2 r2 ന് ഈക്വൽ ആയത് കാരണം ഈ സർക്കിളിന്റെ രണ്ടാമത്തെ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആയതുകൊണ്ടാണ് ആ ഒറിജിനിൽ കൂടെ ഫസ്റ്റ് സർക്കിൾ പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈക്വൽ ആയത് സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഈ കേസിൽ c1 c2 r2 ന് ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് g കണ്ടുപിടിച്ചു c0 ആയിരുന്നു because original കൂടെ പാസ് ചെയ്യുന്നുണ്ട് so let us go to the next question
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The center of the circle whose radius is 5 and which touches the circle x square plus y square minus 2x minus 4y minus 20 equal to 0 at 5, 5. അപ്പോൾ ഇവിടെയും രണ്ട് സർക്കിൾ ടച്ച് ചെയ്യുന്ന കേസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് കേസാണ് ടച്ച് ചെയ്ത് നോക്കണം, എക്സ്റ്റേണലിയോ ഇന്റേണലിയോ. ആദ്യമായിട്ട് നമുക്ക് ഈ സർക്കിൾ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് സെന്റർ റേഡിയസ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. കാരണം x square plus y square plus 2gx plus 2fy plus c equal to 0 ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഫോമിലാണിത്. ഇതിന്റെ സെന്റർ എവിടെയായിരിക്കും, മൈനസ് ജി മൈനസ് എഫ്, റേഡിയസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 2g എന്ന് പറയുന്നത് for the circle x square plus y square minus 2x minus 4y minus 20 equal to 0. ഈ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2g എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -2. So g is -1 minus g is +1. Similarly 2f is equal to എന്താണ്, -4 ആണ്. So f is equal to -2 minus f is equal to 2. അപ്പം ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണ്, സെന്റർ at 1, 2. ഇനി റേഡിയസ് നമുക്ക് കാണാം റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. എന്താണ് ജി, -1 സ്ക്വയർ പ്ലസ് എഫ് ഈസ് -2 ഹോൾ സ്ക്വയർ മൈനസ് സി ഈസ് -20. സോ മൈനസ് ഓഫ് -20. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 25 വരും. പോസിറ്റീവ് വാല്യൂ എടുത്താൽ 5. അപ്പം ഈ സർക്കിളിന്റെ റേഡിയസ് 5 ആണ്, ഈ സർക്കിളിന്റെ സെന്റർ 1, 2 ആണ്. അപ്പോൾ കോർഡിനേറ്റ്സ് പ്ലെയിനിൽ 1, 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ നിന്ന് സപ്പോസ് ഇവിടെയാണെങ്കിൽ 5 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഇതാണ് സെന്റർ നമുക്ക് ഇവിടെ എടുക്കാം. സപ്പോസ് ഇവിടെ എടുത്താൽ 1, 2 സെന്റർ 1, 2 5 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ. ഈ സർക്കിളിനെ അനദർ സർക്കിൾ, അതായത് 5 യൂണിറ്റ് റേഡിയസ് ഉള്ള അനദർ സർക്കിൾ ടച്ച് ചെയ്യുകയാണ് at 5, 5. അപ്പോൾ 5, 5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് 5 ആണ്. അപ്പോൾ 5, 5 എന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ ടച്ചിങ് മാത്രമേ വരൂ, കാരണം ഓൾറെഡി 5 ഇവിടെ ഉണ്ട്. അപ്പോൾ 5, 5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ടച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ വെച്ച്, അതായത് 5, 5 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ടച്ച് നടക്കുന്നു. അതിന്റെ റേഡിയസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസും 5 ആണ്. അപ്പം ഇവിടെ രണ്ട് സർക്കിൾ ഉണ്ട്. ഇതിന്റെ സെന്റർ നമുക്ക് HK എന്നെടുത്താൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, ഈ HK യുടെ വാല്യൂ, അതായത് സെന്റർ ഓഫ് ദ അതർ സർക്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിപ്പം 5, 5 എന്ന് പറയുന്നത് ഈ 5:5 റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറഞ്ഞാൽ ഈ 5, 5 എന്താണ്, മിഡ് പോയിന്റ് ഓഫ് ദ സെന്റർ ലൈൻ, സെന്റേഴ്സ് ഓഫ് ദ ടു സർക്കിൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് 5, 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല എഴുതാം. എങ്ങനെ എഴുതാം, കാരണം റേഷ്യോ 5:5 ആണ് അല്ലെ, 1:1. സോ ദിസ് ഈസ് മിഡ് പോയിന്റ്. സോ 5 is equal to എങ്ങനെ എഴുതാം, h+1/2 എന്ന് എഴുതാം. അതേപോലെ തന്നെ y കോർഡിനേറ്റ് അല്ലെ,
y കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? k പ്ലസ് 2/2. ഇതിൽ നിന്നും h എന്ത് കിട്ടും? 10 മൈനസ് 1 ദാറ്റ് ഈസ് 9 എന്നും, ഇതിൽ നിന്നും k എന്ത് കിട്ടും? k ഈസ് ഈക്വൽ ടു 10 മൈനസ് 2 8 എന്ന് കിട്ടും. സോ h എത്രയാണ്? h ഈസ് 9 ആൻഡ് k ഈസ് 8. സോ ഓപ്ഷൻ E ഈസ് കറക്റ്റ്. ഈ സർക്കിളിന്റെ റേഡിയസ് വരച്ചപ്പോൾ കുറച്ച് കുറവാണ്, കാരണം ഈ ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി ഇത് 5 യൂണിറ്റ് റേഡിയസ് ഈ സർക്കിളിനും ഉണ്ട്. ഇതിന്റെ 5 യൂണിറ്റ്, അതായത് ഇങ്ങനെയാണ് വരിക. 5 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിള്, അനദർ 5 യൂണിറ്റ് ഉള്ള ഒരു സർക്കിൾ. ഓക്കെ, ഇതിന്റെ സെന്റർ നമുക്കറിയാം 1 2. ഇത് ടച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ് എവിടെയാണ്? 5 5. ഓക്കെ, ഇതിന്റെ സെന്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ലൈൻ സെഗ്മെന്റിനെ, ഈ പോയിന്റ് ഇപ്പം ഏത് റേഷ്യോയിലാണ്? 5:5 എന്ന് പറഞ്ഞാൽ ഏതാണ് റേഷ്യോ? 1:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആവും. മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് മിഡ് പോയിന്റ് ഫോർമുല? x1 plus x2/2 is equal to x coordinate of this point. Similarly, y1 plus y2/2 is equal to y coordinates of this point. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, മിഡ് പോയിന്റ് ഫോർമുല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ചും കെയും ആണ് അവിടെയുള്ള അൺനോൺസ്. അത് രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാം. അങ്ങനെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എത്ര കിട്ടി? 9 ആൻഡ് 8. സോ ഇതും ഒരു എക്സ്റ്റേണൽ ടച്ച്, സർക്കിൾ ടച്ചസ് എക്സ്റ്റേണലിയുടെ കേസാണ്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ explanation. So in the coming lecture I will post more another set of model question from circles. So if you are not subscribed, please subscribe and share with your friends. Thank you.